ഫ്രണ്ട്സ്, അടിഭാഗത്ത് ദ്വാരമുള്ളത് കൊണ്ട് വെള്ളം ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ചോർച്ച നമുക്ക് എങ്ങനെ ഒരിക്കലും ഇനി ചോരാത്ത രീതിയിൽ എങ്ങനെ ഈ വാട്ടർ ടാങ്കിൻ്റെ ഹോള് നമുക്ക് അടച്ചെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ടാങ്കിൽ ഞാനിപ്പോൾ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിവാക്കണം. ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് ടാങ്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്കിപ്പോൾ ചോർച്ച അനുഭവപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു എമിരി പേപ്പർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എമിരി പേപ്പർ വല്ലെന്ന് വെച്ചാൽ ചുരണ്ടാൻ പറ്റിയ എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഉള്ളിലും നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു കമ്പി എടുത്തിട്ടുണ്ട്. ഈ കമ്പി ഇതേ രീതിയിൽ ഇന്ന് വളച്ചെടുക്കേണ്ടതുണ്ട്. ഒരു സി ടൈപ്പ് ആകൃതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ഹോളിൻ്റെ ആ ഒരു നീളത്തിനനുസരിച്ച് നമുക്ക് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ കമ്പിയുടെ തലഭാഗം നമ്മൾ എന്തെങ്കിലും വെച്ച് നമുക്ക് അടുപ്പിൽ വെച്ചോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റൗവിൽ വെച്ചോ നമുക്കിതുപോലെ രീതിയിൽ ചൂടാക്കേണ്ടതുണ്ട്. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പ്ലയർ ഉപയോഗിച്ചിട്ട് പിടിച്ചിട്ട് ഇതേപോലെ നമ്മൾ ആ പൊട്ടിയ ഭാഗത്തിൻ്റെ തുടക്കം മുതൽ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുന്ന രീതിയിൽ നമ്മളിതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. ഇതിപ്പോൾ ചെറുതായത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതേപോലെ നമ്മൾ ഈ 3 ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ടാങ്ക് നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം ഈ കമ്പിയുടെ തലഭാഗം നമ്മൾ ഇതുപോലെ അടിച്ച് മടക്കിയിടേണ്ടതുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒരു എംസീലിൻ്റെ ഒരു പാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 15 രൂപയാണ് കടയിലൊക്കെ വരുന്നത്. ഒരു എംസീലിനകത്ത് 2 വ്യത്യസ്തമായിട്ടുള്ള പേസ്റ്റുകളുണ്ടാവും. അതിൽ പകുതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. പകുതി പേസ്റ്റ് ടാങ്കിൻ്റെ പുറത്തും ബാക്കി പകുതി പേസ്റ്റ് ടാങ്കിൻ്റെ അകത്തും ആണ് പേസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കയ്യിലിട്ടിട്ട് ഈ 2 പേസ്റ്റുകളും തമ്മിൽ നന്നായിട്ട് കൂട്ടി ഇളക്കിയിട്ട് ഈ ഹോളുള്ള ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്റ്റാപ്ലർ അടിച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മളിതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷം കുറച്ച് വെള്ളം നമ്മുടെ വിരലിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കണം അവസാനമായിട്ട്. സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ ടാങ്ക് തിരിച്ചിട്ടിട്ട് ടാങ്കിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇതുപോലെ ബാക്കിയുള്ള പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ അങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 2 മണിക്കൂറോളം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഉറച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്ലക്സ് ക്യൂക്കാണ്. ഈ ഫ്ലക്സ് ക്യൂക്ക് എടുത്തിട്ട് നമ്മൾ ഇതേപോലെ നമുക്ക് ആ പേസ്റ്റ് ഇട്ട് ഉറപ്പിച്ചതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ അതിൻ്റെ അരിഭാഗങ്ങളിലും അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. ടാങ്ക് തിരിച്ചിട്ടിട്ട് ടാങ്കിൻ്റെ ഉൾഭാഗത്തും ഇതേപോലെ തന്നെ നമ്മൾ വെളിയിൽ ചെയ്ത പോലെ തന്നെ ഫ്ലക്സ് ക്യൂക്ക് ഇതേപോലെ പേസ്റ്റിൻ്റെ മുകളിൽ ഇതേപോലെ തേച്ച് കൊടുക്കണം. ആ പശ ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് വെള്ളം നിറച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വെള്ളം നിറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഹോളെല്ലാം അടിപൊളിയായിട്ട് അടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ലീക്കായിട്ട് പോകുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ചാനൽ സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.